الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا نظير ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തിലെ ചരിത്ര പുരുഷനായി നിശ്ചയിച്ചിരിക്കുന്ന അത്യുന്നതമായ വ്യക്തിത്വമുള്ള ഒരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മനുഷ്യകുലത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷം വന്ന ദീനിയായ ഇസ്ലാമിന്റെ എന്തെല്ലാം നേട്ടങ്ങളും വളർച്ചകളും പ്രചരണങ്ങളും നടന്നിട്ടുണ്ടോ അതിന്റെ എല്ലാം അടിസ്ഥാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിരുന്നു. അതിനുശേഷം മനുഷ്യകുലത്തിന്റെ ഉത്ബോധനത്തിനു വേണ്ടിയും സന്മാർഗത്തിനു വേണ്ടിയും അല്ലാഹു നിയോഗിച്ചയച്ച മുഴുവൻ പ്രവാചകന്മാരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തലമുറയിൽ നിന്നുള്ളവരാണ്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇത്രയും ഉയർന്ന സ്ഥാനവും മഹത്വവും കൈവന്നത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇദ്ബതല ഇബ്രാഹിമ റബ്ബുഹു ബികലിമാതിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറേ വചനങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. ഫഅതമ്മഹുന, പരീക്ഷണങ്ങളിലൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചു. ഈ വിജയിച്ചതിന്റെ പേരിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കിട്ടിയ ഒരു അംഗീകാരം, ഒരു സ്ഥാനമാണ് ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിമേ, നിങ്ങളെ നാം ജനങ്ങളുടെ ഇമാമാക്കി. നേതാവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എവിടെയും നേതാവായിട്ടില്ല. ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തിന്റെ ചക്രവർത്തിയോ ഏതെങ്കിലും പ്രദേശത്തിന്റെ മിനിസ്റ്ററോ ഒന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിട്ടില്ല. എന്നാൽ ഇന്നും ഇബ്രാഹിം പ്രവാചകനെ കുറിച്ച് ജനങ്ങളുടെ മനസ്സിലെ സങ്കല്പം നേതാവ് എന്നാണ്.
യഥാർത്ഥത്തിൽ നേതൃത്വം, സ്ഥാനം, അധികാരം എന്ന് പറഞ്ഞാൽ ബാഹ്യമായ കുറെ പ്രദേശങ്ങളുടെയോ രാജ്യങ്ങളുടെയോ ഏരിയയുടെയോ നേതാവോ അധികാരിയോ ആകലല്ല. നേരെമറിച്ച് ഹൃദയങ്ങളിൽ നേതൃത്വം നേടിയെടുക്കുക എന്നതാണ്. ഇന്നും ലോകത്ത് ധാരാളം മതങ്ങളുണ്ട്. ക്രിസ്തു മതം, യഹൂദ മതം. ഈ മതവിശ്വാസികളൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നു. ഈ അംഗീകാരമാണ് നേതൃത്വം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷം വന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഉയർന്ന ഒരു അംഗീകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കിട്ടിയത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം വിജയം നേടിയെന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ധാരാളം കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. ഈ മുഴുവൻ പരീക്ഷണങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചു. ഭാര്യയെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞു, തയ്യാറായി. മകനെ അറുക്കാൻ പറഞ്ഞു, തയ്യാറായി. ബാബിലോൺ, ഇറാഖിന്റെ പട്ടണത്തിൽ നിന്ന് ഷാമിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടി പറഞ്ഞു, പലായനം ചെയ്യാൻ തയ്യാറായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, അല്ലാമ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊണ്ടുവരുന്ന വിവക്ഷയാണ് ഈ ആയത്തിനെ കുറിച്ച്. ഇസ്ലാം കുറെ കാര്യങ്ങളാണ് സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 112ാമത്തെ ആയത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ. സൂറത്തുൽ മുഅ്മിനൂനിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ചിരിക്കുന്ന 11ഓളം ആയത്തുകളിൽ വരുന്ന കാര്യങ്ങൾ. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 35ാമത്തെ ആയത്തിൽ വിശദീകരിച്ചിരിക്കുന്ന 10ഓളം കാര്യങ്ങൾ. സൂറത്തുൽ മആരിജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ. ഇത് സമ്പൂർണമായി ഇസ്ലാമാണ്. ഈ മുഴുവൻ ഇസ്ലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിൽ കൃത്യമായി പാലിച്ചു. പ്രതിസന്ധിയുടെ നടുത്തളത്തിലൂടെ കടന്നുപോയപ്പോഴും ഇസ്ലാമിന്റെ ഈ കർമ്മങ്ങളിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വ്യതിചലിക്കാൻ തയ്യാറായില്ല. സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ, അത്തായിബൂനൽ ആബിദൂനൽ ഹാബിദൂനസ് സായിഹൂനർ റാകിഊൻ الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر وبشر المؤمنين. سورة المؤمنون الله سبحانه وتعالى പറയുന്ന കാര്യം, بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. سورة الأحزاب الله ولكنا ذلك إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصابرين والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين
والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. سورة المعارج الله وركض ذلك إن الإنسان هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم في صلاتهم على صلاتهم دائمون والذين في أموالهم حق معلوم للسائل والمحروم والذين يصدقون بيوم الدين والذين هم من عذاب ربهم مشفقون إن عذاب ربهم غير مأمون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم بشهاداتهم قائمون والذين هم على صلواتهم يحافظون أولئك في جنات مكرمون. ഈ ആയത്തുകളിൽ പ്രതിപാദിക്കുന്ന ധാരാളം വിഷയങ്ങളുണ്ട്. 30-34 വിഷയം. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രതിസന്ധിയുടെ നടുത്തളത്തിലും വളരെ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചു എന്നാണ്. ഇതിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് നിസ്കാരം. ആ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റാക്കിഊൻ കൂടുതൽ റുകൂഅ് ചെയ്യുന്നവർ, സാജിദൂൻ കൂടുതൽ സുജൂദ് എടുക്കുന്നവർ, ഖാശിഊൻ ഭയഭക്തിയുള്ള നിസ്കാരക്കാർ, ഹാഫിളൂൻ നമസ്കാരത്തെ വളരെ കൃത്യമായി സൂക്ഷിക്കുന്നവർ, ദായിമൂൻ നമസ്കാരത്തിൽ നിത്യമായി നിലയുറപ്പിക്കുന്നവർ. ഇതിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആവർത്തി പറഞ്ഞത് നമസ്കാരത്തെ കുറിച്ചാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ വളരെ കൃത്യമായി പാലിച്ചിരുന്ന കർമ്മമാണ് നമസ്കാരം. എന്തിനു വേണ്ടിയാ വിശുദ്ധ ഖുർആനിൽ ഇക്കാര്യം പറയുന്നത്? സമുദായമായി നാം ഓരോരുത്തരും അതിൽ നിന്ന് ഉത്ബോധനം സിദ്ധിക്കണം. നമസ്കാരത്തിൽ കൃത്യതയുണ്ടാകണം. നമസ്കാരം നിത്യമായി നിലനിർത്തണം. നമസ്കാരത്തിൽ സുദീർഘമായ റുകൂഉം സുജൂദും ഖിയാമും ഉണ്ടാകണം. നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാകണം. രണ്ടാമത് വലിയ ആവർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം നോമ്പിനെ കുറിച്ചാണ്. നോമ്പിനെ കുറിച്ച് 2 സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞു. ഒരു സ്ഥലത്ത് സായിഹൂൻ എന്ന് പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് സായിമൂൻ എന്ന് തന്നെ പറഞ്ഞു. നോമ്പ് ജീവിതത്തിൽ വളരെ കൃത്യമായി പാലിക്കേണ്ടുന്ന അമലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഓരത്ത് വന്നുകൊണ്ട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ് അഖ്ബിർനി ബിഅമലിൻ യദ്ഖുലുനിൽ ജന്ന. അല്ലാഹുവിന്റെ പ്രവാചകരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു അമൽ എനിക്ക് അറിയിച്ചു തന്നാലും. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സമയത്ത് അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തത് അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹു. തീർച്ചയായും നീ നോമ്പിനെ മുറുകെ പിടിക്കണം. നോമ്പിന് തത്തുല്യമായ മറ്റൊരു അമലുമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ കൃത്യമായി പാലിച്ചിരുന്ന അമല. മൂന്നാമത് ഇതിൽ പല ആവർത്തി പറഞ്ഞ കാര്യമാണ് സമ്പത്തിനെ ചിലവഴിക്കുക എന്ന്. സൂറത്തുൽ മുഅ്മിനൂനിൽ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു.
സൂറത്തുൽ അഹ്സാബിൽ വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്തി, ദാനധർമ്മം ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും. സൂറത്തുൽ മആരിജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. അവരവരുടെ സമ്പത്തിൽ അവകാശികൾ വളരെ കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. സമ്പത്ത് സ്വന്തം ഭാര്യ, മക്കള് ഇവർക്ക് വേണ്ടി മാത്രം ചെലവഴിക്കാനുള്ളതല്ല. ചോദിച്ചു വരുന്ന അവകാശികളുണ്ട്, അവകാശികൾക്ക് നൽകണം. ബന്ധുക്കളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, മുസ്ലിമീങ്ങളിൽ നിന്ന്. വൽ മഹ്റൂം, സാമ്പത്തികമായി ശേഷിയില്ലാത്ത ആൾക്കാർക്ക് സമ്പത്ത് നൽകണം. നാലാമതിൽ പല ആവർത്തി പറഞ്ഞ കാര്യമാണ് നമ്മുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം എന്നത്. കാരണം മനുഷ്യന്റെ ഹൃദയത്തിൽ സന്നിവേശിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് വൈകാരികത. അവന്റെ ഹൃദയത്തിൽ നിന്ന് പൊന്തി വരുന്ന വികാര വിചാരങ്ങളെ അനിയന്ത്രിതമായി അനിസ്ലാമികമായ മാർഗങ്ങളിലൂടെ പൂർത്തിയാക്കരുത്. അതിലൂടെ ഒരു സംസ്കാരം നശിക്കുകയാണ്. മനുഷ്യന്റെ ഹൃദയവും മസ്തിഷ്കവും ആത്മാവും വികലമാകുകയാണ്, ശിഥിലമാകുകയാണ്. വീടും കുടുംബവും ശിഥിലമായി പോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വികാര വിചാരങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ഇണസങ്കല്പങ്ങളിലൂടെ, ഇണകളിലൂടെ മാത്രം നമ്മുടെ വികാര വിചാരങ്ങളെ പൂർത്തിയാക്കി. ഇക്കാര്യം 3 പ്രാവശ്യം അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞു. അഞ്ചാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ ആവർത്തിച്ചു പറഞ്ഞത് കരാറുകളെ പൂർത്തീകരിക്കണം എന്നതാണ്. 2 സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞു. ആരോടെങ്കിലും എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വെറുതെ അകല വ്യായാമമാകരുത്. ആ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കണം. 6ാമതായി പറഞ്ഞത് അമാനത്തുകളെ കൃത്യമായി പൂർത്തിയാക്കണം. ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി സൂക്ഷിക്കേണ്ടുന്ന ഇടത്ത് സൂക്ഷിക്കുകയും അവകാശങ്ങളിലേക്ക് അത് നിർവഹിക്കുകയും ചെയ്യും. 6 കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിൽ കൃത്യമായി ഉണ്ടാക്കി തീർത്ത ഗുണങ്ങളാണിതൊക്കെ. സൂറത്ത് തൗബയിൽ അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുന്നവർ, വൽആബിദൂൻ ഇബാദത്തെടുക്കുന്നവർ, വൽഹാമിദൂൻ അല്ലാഹുവെ സ്തുതിക്കുന്നവർ, അസ്സായിഹൂൻ വ്രതമനുഷ്ഠിക്കുന്നവർ. മുഫസ്സിരീങ്ങളിൽ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു, ഇവിടെ സിയാഹ് കൊണ്ടുള്ള ഉദ്ദേശം അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ ദീനിന്റെ ഉന്നമനത്തിനു വേണ്ടി ത്യാഗം ചെയ്യലാണ്, പരിശ്രമിക്കലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, സിയാഹു ഉമ്മത്തി അൽ ജിഹാദു ഫീ സബീൽ. എന്റെ ഉമ്മത്തിന്റെ സിയാഹ്, സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നപാനീയങ്ങളെ ഉപേക്ഷിക്കൽ മാത്രമല്ല, അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പരിശ്രമിക്കലാണ്. السائحون الراكعون ركوع ചെയ്യുന്നവർ, الساجدون സുജൂദ് ചെയ്യുന്നവർ, الآمرون بالمعروف സദാചാരം ജനങ്ങളോട് ഉപദേശിക്കുന്നവർ, والناهون عن المنكر ദുരാചാരത്തിൽ നിന്ന് ജനങ്ങളെ വിലക്കുന്നവർ, والحافظون لحدود الله അല്ലാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന അതിർവരമ്പുകളെ കൃത്യമായി സൂക്ഷിക്കുന്നവർ. സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞ കാര്യം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയം നേടിയിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാക്കി തീർത്തവരാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളെ ഒഴിവാക്കുന്നവരാണ്. ഇന്ന് കോമഡിയുടെ ലോകമാണ്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കോമഡിയിലൂടെ നിസാരവൽക്കരിച്ച് ദീനിന്റെ അടിസ്ഥാന തത്വങ്ങൾ വരെയും നിഷേധിക്കുന്ന ദാരുണമായ അവസ്ഥയാണ്.
ഒരു പുച്ഛത്തോടെ, തമാശത്തോടെ, ലാഘവത്തോടു കൂടി കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിൽ പറയുന്നു, അങ്ങനെയുള്ള ആൾക്കാരുടെ അടുക്കൽ ഇരിക്കുന്നു, അവരതിൽ നിന്ന് ഒഴിവാകുന്നത് വരെ അവരതിൽ നിന്ന് ഒഴിവായ കൂട്ടത്തിരിക്കാം. والذين هم عن اللغو معرضون والذين هم للزكاة فاعلون. സകാത്ത് കൊടുത്തു വീടുന്നവരാണ്. والذين هم لفروجهم حافظون. തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ്. إلا على أزواجهم أو ما ملكت أيمانهم. തങ്ങളുടെ ഭാര്യമാരിൽ നിന്നല്ലാതെ, തങ്ങളുടെ വലങ്കയോട് ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളിലൂടെയല്ലാതെ, فإنهم غير ملومين. തങ്ങളുടെ ഭാര്യമാരിലൂടെ, ഇണകളിലൂടെ തങ്ങളുടെ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന വികാര വിചാരങ്ങളെ സായുജ്യമടയ്ക്കൽ ആക്ഷേപാർഹമല്ല. ഇതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ട് തന്റെ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന വികാര വിചാരങ്ങളെ പൂർത്തിയാക്കിയാൽ, അവൻ അതിർവരമ്പുകളെ ലംഘിച്ചവനാണ്. അവൻ ആക്ഷേപിക്കപ്പെടും ദുനിയാവിലും ആഖിറത്തിലും. والذين هم لأماناتهم وعهدهم راعون. അമാനത്തുകളെ സൂക്ഷിക്കുന്നവരാണ്, കരാറുകൾ ചെയ്താൽ പൂർത്തീകരിക്കുന്നവരാണ്. والذين هم على صلواتهم يحافظون. നമസ്കാരങ്ങളെ കൃത്യമായി സൂക്ഷിക്കുന്നവരാണ്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി. മുസ്ലിമീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളും, വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാൻ ഹൃദയങ്ങളിൽ സ്വായത്തമാക്കിയ സ്ത്രീകളും പുരുഷന്മാരും, വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. അനുസരണാശീലമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും, വസ്സാദിഖീന വസ്സാദിഖാത്ത്. സത്യം പറയുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, വസ്സാബിരീന വസ്സാബിറാത്ത്. ക്ഷമിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, വൽ ഖാശിഈന വൽ ഖാശിആത്ത്. ഭയഭക്തിയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും, വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്. ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, വസ്സായിമീന വസ്സായിമാത്ത്. വ്രതമനുഷ്ഠിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, വൽഹാഫിദീന ഫുറൂജഹും വൽഹാഫിദാത്ത്. ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, അല്ലാഹുവിനെ വളരെ കൂടുതൽ സ്മരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും. സൂറത്തുൽ മആരിജിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്നൽ ഇൻസാന ഹലൂഅ. മനുഷ്യനെ അക്ഷമനായിട്ടാണ് പടക്കപ്പെട്ടിരിക്കുന്നത്. ഇദാ മസ്സഹു ശർറു ജസൂഅ. അവൻ എന്തെങ്കിലും കുഴപ്പങ്ങൾ ബാധിച്ചാൽ, കാലവിപത്ത് ബാധിച്ചാൽ, രോഗം ബാധിച്ചാൽ അവൻ പൊറുതികേട് കാണിക്കും. വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ. അവന് എന്തെങ്കിലും അനുഗ്രഹം അല്ലാഹു പ്രദാനം ചെയ്താൽ എനിക്ക് മാത്രമുള്ളതാണ് എന്ന് ധരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാതെ തടഞ്ഞു വയ്ക്കും. ഈ ദുർഗുണത്തിൽ നിന്ന് ഒഴിവായി പറയാൻ കാരണം, ഇല്ലൽ മുസല്ലീൻ. നമസ്കരിക്കുന്നവരൊഴികെ, അലാ സലാത്തിഹിം ദായിമൂൻ. അവർ നിത്യമായി നിസ്കരിക്കുന്നവരാണ്, തോന്നുമ്പോൾ ചെല്ലുന്നവരല്ല. الذين في أموالهم حق معلوم. അവരവരുടെ സമ്പത്തുകളെ, അവകാശികളെ കണിശമായി നിശ്ചയിക്കുന്നവരാണ്. ലിസ്സാഇലി വൽ മഹ്റൂം. ചോദിച്ചു വരുന്നവരെയും സാമ്പത്തിക ശേഷി ഇല്ലാത്തവരെയും സമ്പത്തിന്റെ അവകാശികളായി കാണുന്നവരാണ്. റമദാനാകുമ്പോൾ 500 രൂപ 1000 രൂപ കൊണ്ട് ഉസ്താദിന് കൊടുത്തിട്ട് സമ്പത്ത് ഞാൻ ചെലവഴിച്ചു എന്ന് ധരിക്കുന്നവരല്ല. സമ്പത്തിന്റെ വിഹിതം ഓരോരുത്തർക്കും അറിയാം. കുടുംബത്തിൽ ആവശ്യക്കാർ
അയൽവക്കത്തെ ആവശ്യക്കാര്, നാട്ടിലെ ആവശ്യക്കാര്, ഈ ആവശ്യക്കാരെ മനസ്സിലാക്കി വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കും. ചികിത്സാ സഹായം ആവശ്യമുള്ളവർക്ക് ചികിത്സാ സഹായം നൽകും. അന്നപാനീയങ്ങൾക്ക് വകയില്ലാത്തവർക്ക് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യും. ഇങ്ങനെ കണ്ണൂര് ഒരു ഹാജി സാഹിബ് ഉണ്ട്. അദ്ദേഹത്തിനടുക്കൽ പാവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വകയില്ലെങ്കിൽ ഇന്ന കടയിൽ പോയിട്ട് സാധനം വാങ്ങും. മാസം അദ്ദേഹം എന്തെങ്കിലും ബില്ല് പോയി ഓരോരുത്തരും 6000 രൂപയ്ക്ക് വാങ്ങുന്നവരുണ്ട്, 7000 രൂപയ്ക്ക് സാധനം വാങ്ങുന്നവരുണ്ട്. ഇങ്ങനെ 100 കണക്കിന് മനുഷ്യർക്ക് ഒരു മാസത്തേക്ക് ആവശ്യമായ അന്നത്തിനുള്ള ഏർപ്പാട് അദ്ദേഹം ചെയ്യും. ഏത് മദ്രസയുടെ ആൾക്കാർ വന്നാൽ അദ്ദേഹത്തിനെ കാണുന്നു, അവരൊക്കെ അദ്ദേഹം സഹായിക്കും. അതിൻ്റെ പേരിൽ അല്ലാഹു അദ്ദേഹത്തിന് വലിയ ബറക്കത്ത് നൽകി. ചോദിച്ചു വരുന്നവർക്കും സമ്പത്തില്ലാത്തവർക്കും അല്ലാഹു നമുക്ക് നൽകിയ സമ്പത്തിന്റെ വിഹിതമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വല്ലദീന യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിനെ സത്യമായി അംഗീകരിക്കുന്നവരാണ്. വല്ലദീന ഹും മിൻ അദാബി റബ്ബിഹിം മുസ്ഫിഖൂൻ, അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷയെക്കുറിച്ച് പേടിയുള്ളവരാണ്. പിന്നീട് വീണ്ടും എന്ത് ചെയ്യണം? ആവർത്തിക്കണം. പുണ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവർ, അമാനത്തിനെയും കരാറുകളെയും പാലിക്കുന്നവർ. والذين هم بشهاداتهم قائمون, സാക്ഷ്യത്വങ്ങളെ വളരെ കൃത്യമായി നിർവഹിക്കുന്നവരാണ്. ഉലൈക ഫീ ജന്നാത്തിൻ മുക്റമൂൻ, അവരാണ് അനുഗ്രഹ സമ്പൂർണമായ മഹത്വമുള്ള ആദരിക്കപ്പെടുന്ന സ്വർഗത്തിന്റെ അവകാശികളായി തീരുന്നത്. ഈ മുഴുവൻ ഗുണങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കി തീർത്തപ്പോൾ അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇമാമാക്കി. എന്ന് മാത്രമല്ല, സൂറത്തുൽ ബഖറയിൽ ഈ ആയത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത കുറേ ദുആകൾ വരുന്നുണ്ട്. 7ഓളം ദുആകൾ. അല്ലാഹു ആ ദുആകളെ വളരെ കൃത്യമായി സ്വീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആയാണോ? വൈദ് ഖാല ഇബ്രാഹീം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനൽ തമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ ഫഉമത്തിഉഹു ഖലീലൻ ثم أضطره إلى عذاب النار. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഇതൊരു നിർഭയതയുടെ കേന്ദ്രമാകണമേ. എപ്പോഴായി ഇബ്രാഹിം ദുആ ചെയ്യുന്നത്? ശൂന്യത മാത്രമുണ്ടായിരുന്ന മക്ക, ജനങ്ങളില്ല, പക്ഷിപർവാദികളില്ല, വന്യമൃഗങ്ങളില്ല, ജന്തുക്കളില്ല. അങ്ങനെ ഒരു പ്രദേശത്ത് ഒറ്റപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എത്ര വലിയ ഭീതിയും ഭയവുമായിരിക്കും. ആ ശൂന്യതയിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വലിയ ഒരു സമർപ്പണത്തിന് ശേഷം, വലിയ ഒരു ത്യാഗത്തിന് ശേഷം ചെയ്യുന്ന ദുആയാണ്. ഭാര്യ ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ആ ശൂന്യമായ ഭൂമിയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ടാണ് ഇബ്രാഹിം ദുആ ഇറക്കുന്നത്. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഇത് നിർഭയതയുടെ നാടാകണമേ. ഇസ്മായിൽ അലൈഹിസ്സലാം അവിടെ വളർന്നു. സന്താനങ്ങളായി, തലമുറകളായി ജുർഹം ഗോത്രം അവിടെ വന്ന് താമസിപ്പിച്ചു. പടിപടിയായി ജനനിബിഡമായ ഒരു പ്രദേശമായി. മാത്രമല്ല, അതിന്റെ പ്രാന്തപ്രദേശങ്ങളോ. ജാഹിലിയ്യ കാലഘട്ടത്തിൽ അറേബ്യൻ ഗോത്രത്തിന്റെ ഒരു മോശമായ പ്രവണതയായിരുന്നു രക്തച്ചൊരിച്ചിൽ. രക്തദാഹികളായിരുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ വർഷങ്ങളോളം കലയിൽ യുദ്ധം ചെയ്യും, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകും. അങ്ങനത്തെ രക്തകൊതിയന്മാരും ഹറമിന്റെ ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ തന്റെ മകന്റെ അല്ലെങ്കിൽ തന്റെ സഹോദരൻ അല്ലെങ്കിൽ തന്റെ ഉപ്പയുടെ പാതകനെ കാണുമ്പോ അയാളെ വകവരുത്താനുള്ള എല്ലാ സാഹചര്യവും സന്ദർഭവും ഉണ്ട് എങ്കിലും കയ്യിൽ നിൽക്കുന്ന ആയുധത്തിനെ താഴ്ത്തിപ്പോയി. ആരാ ഇതിനെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയത്? പഠിച്ചുകൊണ്ട്
ഖുർആനിൽ അല്ലാഹു പറയാ അവലം يرى الذين كفروا أنا جعلنا حرما آمنا ويتخطف الناس من حولهم എന്റെ നിഷേധികൾ മനസ്സിലാക്കാത്തത് ഹറമിനെ നാം നിർഭയതയുടെ കേന്ദ്രമാക്കിയില്ലയോ അതിന്റെ ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾ റാഞ്ചപ്പെടുകയാണ്. ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ വർഷങ്ങളോളം യുദ്ധം ചെയ്യുകയാണ്. ജീവനിൽ ഒരു നിലയിലും നിർഭയത്വമില്ല. എന്നും അത് തകർക്കപ്പെടാം, എന്നും തന്നെ വടിക്കപ്പെടാം. അങ്ങനെ ഒരു സാഹചര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാം ത്യാഗത്തിനും സമർപ്പണത്തിനും ശേഷം ചെയ്ത ദുആയെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അല്ലാഹു നിലനിർത്തുകയാണ്. ഹറമിനെ അല്ലാഹു നിർഭയതയുടെ കേന്ദ്രം. അന്ന് മുതൽ ഇന്നു വരെയും ഹറമിന് അല്ലാഹു ആ നിർഭയത നിശ്ചയിച്ചിട്ടുണ്ട്. രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആ, അല്ലാഹുവേ ഇവിടെയുള്ളവർക്ക് കഴിക്കാൻ നല്ല പഴവർഗ്ഗങ്ങൾ നൽകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് അവിടെ കഴിക്കാനുള്ള ധാന്യങ്ങൾ ലഭ്യമല്ല, പച്ചക്കറികൾ ലഭ്യമല്ല, പഴവർഗ്ഗങ്ങൾ ലഭ്യമല്ല. കാരണം കൃഷിയിടങ്ങൾ വിളയുന്ന ഭൂമിയായിരുന്നില്ല മക്ക. അല്ലാഹു സുബ്ഹാനഹു വ തആല ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ശേഷം ചെയ്ത ദുആയെ സ്വീകരിക്കുകയുണ്ടായി. ഇന്ന് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു മക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മാർക്കറ്റിൽ ലോകത്ത് എവിടെ കിട്ടുന്ന ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സുലഭമായി ലഭിക്കും. അവലം നുമക്കിൻ ലഹും ഹറമൻ ആമിനൻ ويجبى إليه ثمرات كل شيء رزقا من لدنا ولكن أكثرهم لا يعلمون. അല്ലാഹു തന്നെ പറയുകയാണ്, ഹറമിനെ നാം നിർഭയതയുടെ കേന്ദ്രമാക്കി എന്ന് മാത്രമല്ല, യുജ്ബാ ഇലൈഹി തമറാത്തു കുല്ലി ശൈഇൻ, എല്ലാ സ്ഥലങ്ങളിലെയും എല്ലാ വസ്തുക്കളുടെയും കാമ്പിനെയും പഴവർഗ്ഗങ്ങളെയും നാം അവിടെ ഒരുമിച്ച് കൂട്ടി. ലോകത്തുള്ള മുഴുവൻ ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അവിടെ സുലഭമായി ലഭ്യമാക്കി. തായിഫ് എന്ന് പറയുന്ന കമനീയമായ സസ്യശ്യാമളമായ ഒരു പ്രദേശത്തുള്ള മുഴുവൻ ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മക്കയിൽ കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കുകയാണ്. ഇന്ന് മക്കയിലാണെങ്കിൽ നമ്മൾ കാണുന്ന ഈ അനുഗ്രഹങ്ങൾ, നമ്മളിന്ന് കാണുന്ന ഭൗതികമായ ആത്മീയമായ നേട്ടത്തിന്റെ എല്ലാ അടിസ്ഥാനവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗവും സമർപ്പണവും. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആയുടെ മൂന്നാമത് ചെയ്ത ദുആ, وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ ربنا تقبل منا إنك أنت السميع العليم. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു വിശുദ്ധ കഅബയുടെ സ്ഥാനം കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മുമ്പ് ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലം വരെ കഅബ ഉണ്ടായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വിശുദ്ധ കഅബയെ പ്രളയത്തിൽ ഉയർത്തപ്പെട്ടു. അതിനുശേഷമുള്ള പ്രവാചകന്മാരൊക്കെ മക്കയിലാണ് കഅബ ഉള്ളത് എന്ന് മനസ്സിലാക്കി അവിടെ പോയി. എവിടെയാണ് എന്ന് മനസ്സിലാക്കാതെ തവാഫൊക്കെ ചെയ്ത് മടങ്ങുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അതിന്റെ യഥാസ്ഥാനം അല്ലാഹു കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ അടുത്തുള്ള കുറെ പാറക്കല്ലുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് കഅബ നിർമ്മിക്കുകയല്ല ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 5 പർവ്വതങ്ങളുടെ പാറക്കല്ലുകൾ സമാഹരിച്ചു കൊണ്ടുവന്ന വിശുദ്ധ കഅബയെ പുനർനിർമ്മിക്കുന്നത്. ഷാമിലേക്ക് പോയി സീനാ പർവ്വതം, ലബനാനിൽ പോയി അവിടുത്തെ പർവ്വതം, ജൂദി പർവ്വതം. ജൂദി സ്ഥിതി ചെയ്യുന്നത് ഇന്ന് തുർക്കിയിലാണ്. അവിടെ നിന്ന് തുർക്കി വരെ യാത്ര ചെയ്തു, ഷാം വരെ യാത്ര ചെയ്തു, ലബനാൻ വരെ യാത്ര ചെയ്തു. സബീർ പർവ്വതം മക്കയുടെയും മദീനയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതം. ഹിറാ പർവ്വതം അല്ലാഹുവിന്റെ പ്രവാചകൻ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഏകാന്തനായ ഇബാദത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഗുഹ നിലയുറപ്പിച്ചിരിക്കുന്ന പർവ്വതം ഹിറാ.
ഈ 5 പർവ്വതങ്ങളുടെ പാറക്കല്ലുകൾ സമാഹരിച്ചു കൊണ്ടുവരാൻ അന്ന് ഇത്ര വലിയ സാഹസമാണ്. അന്ന് ഇതുപോലെ യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളോ സൗകര്യങ്ങളോ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും പർവ്വതങ്ങളിൽ പോയി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പാറക്കല്ലുകൾ സമാഹരിച്ചു കൊണ്ടുവന്ന് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സഹായത്തോടെ വിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണ പ്രക്രിയ തുടങ്ങുന്നത്. ഇത്രയും ത്യാഗം ചെയ്ത് വിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണ പ്രക്രിയ കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹൃദയത്തിൽ അവകാശവാദമൊന്നുമില്ല. ഞാൻ ഇബ്രാഹിം നബി ദുആയിലൊക്കെയാണ് إذ يرفع إبراهيم القواعد من البيت وإسماعيل ഇബ്രാഹിമും ഇസ്മായിലും വിശുദ്ധ കഅബയെ അതിന്റെ അസ്ഥിവാരത്തിൽ നിന്ന് പൊന്തിച്ച് അതിന്റെ പുനർനിർമ്മാണ പ്രക്രിയ പൂർത്തിയാക്കിയതിന് ശേഷം ദുആയിലെത്തുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവിനോട് ഖബൂലിയത്തിന് വേണ്ടി ദുആയിലെത്തുക. അല്ലാഹു എത്ര വലിയ ഖബൂലിയത്താണ് നൽകുന്നത്. അതിനുശേഷം ആ കഅബ നിലനിൽക്കും. ഇന്നും ആ കഅബ നിലനിൽക്കുകയാണ്. ലോകത്തു നിന്നും ജനലക്ഷങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് ചെയ്ത ആ ത്യാഗത്തിന്റെയും ദുആയുടെയും പേരിൽ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹു നിങ്ങൾ ഹജ്ജിന് വേണ്ടി വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നോക്കുമ്പോൾ കുറഞ്ഞ ആൾക്കാരെ ഉള്ളൂ. കാരണം ഇസ്മായിൽ അലൈഹിസ്സലാം, ഹാജറ ബീവി, ചെറിയ ഒരു കുടുംബം, കുറഞ്ഞ ജനങ്ങൾ. ഇവിടെ നിന്ന് വിളിച്ചാൽ ആര് കേൾക്കാനാണ്? വിജനമായ മരുഭൂമിയാണ്. അല്ലാഹു വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഇബ്രാഹിം വിളിച്ചു. അല്ലാഹു അന്ന് തന്നെ പറഞ്ഞു, യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീൻ. ഇബ്രാഹിമേ, നിങ്ങളുടെ വിളി ഞാൻ കേൾപ്പിക്കും. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഈ നിർമ്മിച്ച വിശുദ്ധ കഅബയിലേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി മലമ്പാതകൾ ചവിട്ടി താണ്ടിക്കൊണ്ട് കാൽനടയായി ഒട്ടകപ്പുറങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ട് ജനങ്ങൾ സംഘമായി വന്നിട്ടുണ്ട്. ഇന്ന് വന്ന് നടന്നുകൊണ്ടേയിരിക്കുക. അല്ലാഹുവിനോട് ഖബൂലിയത്തിന് ദുആ ചെയ്ത് സമർപ്പണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു. ബാക്കിയുള്ള വിഷയങ്ങളിൽ സാധാരണ നമുക്ക് അടുത്ത ആഴ്ചകളിൽ ചർച്ച ചെയ്യാം. എന്താണെങ്കിലും നമ്മൾ അനുഗ്രഹം സമ്പൂർണമായ ദിനരാത്രങ്ങളിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ദുൽഹജ്ജിന്റെ 10 ദിനരാത്രങ്ങൾക്ക് വലിയ സവിശേഷതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഏറ്റവും ശ്രേഷ്ഠമുള്ള പകലും രാത്രിയും ദുൽഹജ്ജിന്റെ 10 പകലും രാത്രികളും. അതുകൊണ്ട് ഈ പകലിൽ നമ്മൾ കൂടുതൽ ഇബാദത്ത് ചെയ്യുക, രാത്രി കൂടുതൽ ഇബാദത്ത് ചെയ്യുക. അല്ലാഹുവിന്റെ പ്രവാചകൻ ദുൽഹജ്ജിന്റെ 9 ദിവസം നോമ്പെടുത്തിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അ ദിൽഹിജ്ജത്തി. നബി തങ്ങൾ ദുൽഹജ്ജിന്റെ 9 ദിവസം നോമ്പെടുത്തിരുന്നു. വയൗമ ആശൂറ, മുഹറമിന്റെ 10 നബി തങ്ങൾ ദുആയിരുന്നു, നോമ്പെടുത്തിരുന്നു. വസലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ശഹർ, എല്ലാ മാസവും നബി തങ്ങൾ 3 ദിവസം നോമ്പെടുത്തിരുന്നു. എല്ലാ ആഴ്ചയും നബി തങ്ങൾ തിങ്കളും വ്യാഴവും നോമ്പെടുത്തിരുന്നു. അതുകൊണ്ട് ദുൽഹജ്ജിന്റെ 9 ദിവസവും നോമ്പെടുക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. അതിൽ ഏറ്റവും പ്രബലമായ സുന്നത്താണ് അറഫയുടെ നോമ്പ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ചോദിക്കപ്പെട്ടു അറഫാ ദിവസത്തിന്റെ നോമ്പിനെ കുറിച്ച്. നബി തങ്ങൾ പറഞ്ഞു, യുകഫിറു സനത്തൽ മാദിയത വൽ ബാഖിയ, കഴിഞ്ഞ ഒരു വർഷത്തെ, വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം എല്ലാം അല്ലാഹു പൊറുത്ത്. അത്രയും പോലീസുള്ള മഹത്വമുള്ള നോമ്പാണ് അറഫയുടെ നോമ്പ്. അറഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ ആ സ്ഥലത്ത് നിൽക്കുന്നത് ഹാജിമാരാണ്, അവരാണ് അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ. ബാക്കിയുള്ളവർക്ക് അറഫ അറഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറഫയില്ല, അത് മക്കയിലാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറഫ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ് 9 പറയുന്നത്, ആ ദിവസത്തിനാണ് പറയുന്നത്, സമാന പറയും. അതുകൊണ്ട് നമ്മൾ ദുൽഹിജ്ജ് 9 നോമ്പെടുക്കലാണ് അറഫ നോമ്പ് എന്ന് പറഞ്ഞെടുക്കുന്നത്. അല്ലാതെ അവിടുത്തെ ആൾക്കാർ അറഫ വെള്ളിയാഴ്ചയാണ്, അല്ല വ്യാഴാഴ്ചയാണ് അവിടുത്തെ അറഫ. ഇവിടെയാണെങ്കിൽ വെള്ളിയാഴ്ച. നമ്മൾ അവിടുത്തെ അറഫയിലേ നോമ്പെടുക്കുമെന്ന് പറഞ്ഞില്ല. നമ്മളെന്ത് ഈ അറഫയുടെ ഏറ്റവും നല്ല സമയത്തൊന്നും നോമ്പുകാരായിരുന്നു, നമ്മൾ നോമ്പ് കുടിക്കുന്ന അവസ്ഥയായിരുന്നു.
കാരണം നമ്മളെ ഈ നോമ്പ് കൊടുക്കുന്ന സമയത്ത് അവിടെ അറഫ ഏറ്റവും കൂടുതൽ നല്ല നിലയിലാക്കി നിൽക്കുന്നു. കാരണം അവിടെ അസറാഫ ചെയ്യും നമ്മളോട് നോമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പോരിനെ മുഴുവൻ നമ്മൾ കണക്ക് കൊടുക്കുകയും ചെയ്യുന്നത്. കാരണം അറഫ ഏറ്റവും നല്ല രീതിയിൽ കമ്പനീയമായ ആവേശത്തോടു കൂടി ദുബായിൽ മൈതാനത്തിറങ്ങി കൈ ഉയർത്തിക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യാൻ പത്രം കഴിക്കും. ഇതൊരിക്കലും ലോജിക്കായി യുക്തിപരമായും അത് ഉചിതമല്ല, യോജിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അറഫ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് താമസിക്കുന്നവർക്കും അതാത് സ്ഥലങ്ങളിലുള്ള ചന്ദ്രന്റെ ദർശനം അനുസരിച്ച് നമുക്ക് പുറത്ത് ചെയ്യാൻ പറ്റും. ചില സ്ഥലങ്ങളിലാണെങ്കിൽ 7 മണിക്കൂറിന് വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യത്തില്ല, യുക്തിപരമായും ഒരു നിലയിൽ അത് യോജിക്കും. കൊണ്ട് 9 അറഫ ദിവസത്തെ നോമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന വെള്ളിയാഴ്ച. ഈ വ്യാഴാഴ്ച നോമ്പെടുക്കുക യോമ തർവിയ എന്നാ പറയുന്നത്. ദുൽഹജ്ജിന് നോമ്പെടുക്കുന്ന സുന്നത്ത്, ദുൽഹജ്ജിന്റെ 9 ദിവസം നോമ്പെടുക്കുന്ന സുന്നത്ത്, ഒരു കുഴപ്പമില്ല. അറഫ നോമ്പ് എന്ന പേരിൽ നമ്മൾ നോമ്പെടുക്കേണ്ടത് വെള്ളിയാഴ്ച. നമ്മുടെ നാട്ടിൽ ബലിപ്പെരുന്നാൾ ശനിയാഴ്ച ദിവസമാണ് കുറയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ കൂടുതലായി വിവാദത്തുകളിൽ വ്യാപൃതമാകുക. ഉദഹിയയുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാർ സംഘടിത ഉദഹിയയുടെ മഹല്ലടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളും അതിൽ പങ്കുകാരാകത്തീരുക. അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹുവായി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.